ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് കംപ്ലീറ്റ്ലി ഒരു പ്രൊഫഷണൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. മീൻസ് പ്രൊഫഷണൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവയർനെസ്. ഹോട്ടൽ ഓണേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടൽ പ്രൊഫഷണൽസ്. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാൻ വരുന്നത്. അതിൽ അവെയർ ആവേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹോട്ടൽ ഓണേഴ്സ്. അപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഈ ഹോട്ടൽ സെയിൽസ് ആണ് നിങ്ങളുടെ അടിത്തറ. അതിൽ ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. അതിൽ ഓൺലൈനിൽ OTA മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഉണ്ട്. OTA റവന്യൂ മാനേജ്മെൻറ്റ്. അത് കംപ്ലീറ്റ്ലി പലരും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഹൗസിൽ റിസർവേഷൻ്റെ കൂടെ ജസ്റ്റ് റേറ്റ് ഇൻവെൻറ്ററി അപ്ഡേറ്റ് ചെയ്ത് പോവുക. അതല്ല OTA മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ OTA നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ ഇടുക, ഇൻവെൻറ്ററി ഇടുക, അതല്ല ഒരു OTA മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അത് ഇരുന്ന് തന്നെ ചെയ്യാനുണ്ട്, ഡെയിലി ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഇൻ ഹൗസിൽ റിസർവേഷൻ ചെയ്യുന്ന ഒരാൾക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവാതെ വരികയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഫേംസ്, അതായത് ഈ OTA മാനേജ്മെൻറ്റിന് ഇപ്പോൾ കൊച്ചിയിലായാലും കേരളത്തിലായാലും കുറച്ച് കാലങ്ങളായിട്ട് കുറേ അധികം കമ്പനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികൾ വരുന്ന സമയത്ത് നിങ്ങളൊരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക, റെസ്യൂം നോക്കും. അവർ 10 റെസ്യൂം വന്നാൽ അതിൽ 1-2 റെസ്യൂം ആയിരിക്കും നിങ്ങൾ എടുക്കുക. കാരണം എന്താ, അതിൽ അവരായിരിക്കും എലിജിബിൾ ആയിട്ടുള്ളത്. അതെടുത്തതിന് ശേഷം നിങ്ങൾ അവരെ വിളിച്ചൊരു ഇൻ്റർവ്യൂ നടത്തും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് നേരിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും. അതും ഒരു 2-3 റൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾ എടുക്കുക. കാരണം എന്താ, നിങ്ങൾക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം, എക്സ്പീരിയൻസ് അറിയണം, ഇവർ എഴുതിയിരിക്കുന്ന CV-യിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ എന്നറിയണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഈ സെയിം സാധനം നിങ്ങൾ ഒരു ഫേം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് OTA മാനേജ്മെൻറ്റിൻ്റെ ഫേം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്യാറുണ്ടോ? അതോ നിങ്ങളെല്ലാവരും അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഇത്ര ഗ്രോത്ത് ഉണ്ടാക്കി തരാം, ഞങ്ങൾ ഇത്ര പ്രോപ്പർട്ടീസ് ഡീൽ ചെയ്യുന്നതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുകമറയായിട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഓക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണോ ചെയ്യുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. കാരണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ അബദ്ധങ്ങൾ മൊത്തം പറ്റുക. ഈ പറയുന്ന നിങ്ങൾ ചെക്ക് ചെയ്യാതെ, അതായത് OTA മാനേജ്മെൻറ്റ് ഒരു കമ്പനി ഇങ്ങനെയുള്ള ഫേക്ക് പ്രോമിസസും കാര്യങ്ങളും തന്നിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ ഹോട്ടൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഹോട്ടൽ ഓപ്പറേഷൻസിൽ എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യാതെ, അവർക്ക് OTAൻ്റെ വെറും ബേസിക് നോളജ് അറിയാമോന്ന് പോലും ചെക്ക് ചെയ്യാതെയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി ഓരോരുത്തർക്ക് കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾ നല്ല ഇതായിരിക്കണം. കാരണം OTA കംപ്ലീറ്റ്ലി എന്താ പറയുക, ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത് വിസിബിലിറ്റിയുടെ ഒരു ബേസിലാണ്. കാരണം ഒരു ഏരിയയിൽ പണ്ടതുപോലെ 1-2 ഹോട്ടൽസ് അല്ല ഉള്ളത്. ഒരുപാട് ഹോട്ടൽസ് വന്നിട്ടുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻസ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു പ്രദേശം എടുത്ത് വേറൊരാളാണെന്ന് വെച്ചോ, കൊച്ചി പ്രോപ്പർട്ടീസ്, അതായത് 4 സ്റ്റാർ പ്രോപ്പർട്ടീസ് ഇൻ കൊച്ചി എന്ന് മാത്രം സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി അതിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി 1, 2, 3 പോട്ടെ 10ാമത്തെ പൊസിഷനെങ്കിലും കാണിക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? ആ വിസിബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ അതിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. മെയിൻലി ചെയ്യേണ്ട കാര്യം ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും മിക്ക പ്രോപ്പർട്ടികളും മനസ്സിലാക്കിക്കൊണ്ടുമായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടി എന്താ ഈ ആദ്യം വരാത്തത് എന്നുള്ള ഇതിലായിരിക്കും നിങ്ങളൊരു ഫേമിനെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഈ ഫേമിലിരിക്കുന്നവർക്ക് എത്രത്തോളം ഹോട്ടൽ ഓപ്പറേഷൻസിനെ കുറിച്ച് നോളജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അവരോടും ചോദിക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങൾ എടുക്കുന്ന സ്റ്റാഫിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, അത് ഹെഡ് ചെയ്യുന്ന ആളുടെ എക്സ്പീരിയൻസ് എന്താണ്, അയാൾക്ക് ഇതിൽ എത്രത്തോളം നോളജ് ഉണ്ട്, നിങ്ങൾ വെറുതെ തുടങ്ങിയതാണോ എന്നെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ഒരാളെ വെച്ചിട്ടാണോ ഈ പ്രോപ്പർട്ടി എല്ലാം ഡീൽ ചെയ്യുന്നതെന്ന് നോക്കണം. പിന്നെ നിങ്ങൾ അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവരുടെ പ്രസൻറ്റിലുള്ളതും പാസ്റ്റിലുള്ളതുമായ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യണം. അവരുടെ ഗ്രോത്ത്, അവരെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള അനലൈസ് ചെയ്യണം. അത് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങളുടെ പ്രോപ്പർട്ടി വിശ്വസിച്ച് ഒരു കമ്പനി ഏൽപ്പിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ചെക്ക് ചെയ്യേണ്ട, ഒരാൾ വന്നു ഒരു 3-4 വട്ടം നിങ്ങളുടെ അടുത്ത് കയറി ഇറങ്ങി എന്ന് വെച്ചിട്ട് നിങ്ങളൊരു പ്രോപ്പർട്ടി നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പണ്ടുള്ള ഞാനൊക്കെ ഒരു തുണിക്കട കയറി കഴിഞ്ഞാൽ അയ്യോ ഇവർ ഇത്രയും തുണി എടുത്തിട്ടല്ലേ എനിക്ക് വേണ്ടിയിട്ട്, അപ്പോൾ ഒരു ഡ്രസ്സെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു ഡ്രസ്സ് എടുക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതല്ല ആക്ച്വലി. ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ഹോട്ടൽസ് വളരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോട്ടൽസിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് നിങ്ങളൊരാളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അത് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചോദിച്ച് വ്യക്തമാക്കുക. അതിനുശേഷം നിങ്ങൾ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു 6 മന്ത്സ് എഗ്രിമെൻറ്റ് വെക്കാതിരിക്കുക, 3 മന്ത്സ് വെക്കുക. മോസ്റ്റ്ലി ഒരു 2-3 വീക്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് വാല്യുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നിങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്ത് നിങ്ങൾ ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു
അതിൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അവർ എത്ര വർഷം എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അവർ എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നു, എത്ര പ്രോപ്പർട്ടീസ് ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്, ആ പ്രോപ്പർട്ടീസ് എല്ലാം ഓക്കെ ആണോ, അവരുടെ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കമ്പനിയിൽ നിന്ന് വിഡ്രോ ആയ പ്രോപ്പർട്ടീസിനെ കുറിച്ചും നിങ്ങൾക്ക് അന്വേഷിക്കാം. എന്തുകൊണ്ട് വിഡ്രോ ആയി, എന്തെങ്കിലും പോരായ്മകളുണ്ടാണോ എന്നുള്ളതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് വന്നിട്ട് അതൊരിക്കലും ഒരു കമ്പനി പറയുമെന്ന് തോന്നുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും കമ്പനി വിഡ്രോ ആയിട്ടുണ്ടോ, അതിനെന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇതെല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ ഇവര് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് തരുന്നുണ്ടോ, നിങ്ങളിപ്പോൾ എഗ്രിമെന്റ് എല്ലാം ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടോ, വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ആ ഫേം എപ്പോൾ നിങ്ങളെ പ്രോപ്പർട്ടി ടേക്കപ്പ് ചെയ്യുന്നോ, മീൻസ് OTA ഇത് ചെയ്യുന്നുണ്ടോ, ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഈ എംപ്ലോയീസ്, ഫ്രണ്ട് ഓഫീസ് റിസർവേഷൻ, നിങ്ങൾ ഇപ്പം ഓണേഴ്സായിട്ടിരിക്കുന്ന ആൾക്കാർ, പിന്നെ ആ ഫേമിലുള്ള കൺസേൺ മീൻസ് അതിൻ്റെതായ ഓണർ, നിങ്ങൾ കൊടുക്കുന്ന ഫേമിൻ്റെ ഓണർ ഉൾപ്പെടെയുള്ളവരെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പ് ഡെയിലിയുള്ള അപ്ഡേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അപ്ഡേഷൻസ് പക്ക ആയിരിക്കണം. മന്ത്ലി റിപ്പോർട്ട് മസ്റ്റായിട്ട് വാങ്ങിയിരിക്കണം. പാസ്റ്റ് ഇവർക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയറിലെ റിപ്പോർട്ട് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. കാരണം നമ്മളിപ്പം കഴിഞ്ഞ മാസത്തെ ബുക്കിങ്സ് അനുസരിച്ചിട്ട് ഈ മാസത്തെ ബുക്കിങ്സ് നോക്കും. ആക്ച്വലി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം കഴിഞ്ഞ മാസം ആയിരിക്കില്ല ഈ മാസം. ഇപ്പോൾ ഡിസംബറിലുള്ള ബുക്കിംഗ് അല്ല ജനുവരി ഒരു 10th കഴിഞ്ഞിട്ടുള്ളത്. അപ്പം മാസം മാറുമ്പോൾ ബിസിനസ് മാറും. പക്ഷെ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ജനുവരിയിലും എടുത്തിട്ടൊന്ന് ഇത് ചെയ്യാൻ പറ്റും. കാരണം ജനുവരി മാസത്തിൽ കുറച്ച് ഫെസ്റ്റിവൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസംബറിലെ കുറച്ച് ഫെസ്റ്റിവൽസ് ഒക്കെ ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ആ സമയത്തുള്ള കസ്റ്റമർ ഫ്ലോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഇതെടുത്ത് വെക്കുക. ഇവർക്ക് കൊടുത്തതിന് ശേഷമുള്ള ഓരോ മാസത്തെ നിങ്ങൾ എടുത്തിട്ട് ഒന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് ഞാനിത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊച്ചിയിലായാലും കേരളത്തിലായാലും ഒരുപാട് OTA ഫേംസ്, OTA മാനേജ്മെന്റ് കമ്പനീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവരുടെ കാര്യം പറയുന്നില്ല. ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ ഒരു 90 പേർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അതിലൊരു 10 പേരെ കൂട്ടിക്കും. ആ 10 പേർക്ക് പ്രോപ്പർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അതായത് ഹോട്ടൽസിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചോ ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെടുത്ത് എടുക്കുമ്പോൾ സൂക്ഷിക്കുക. അതേ കമ്പനിക്ക് നല്ലൊരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഇതെല്ലാം മാനേജ് ചെയ്തൊന്ന് ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ പറയുന്ന എക്സ്പീരിയൻസും കാലിബറുമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാഫ് പോയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, എംപ്ലോയീസ് എത്രയുണ്ടെന്ന് നോക്കുക. ഒരു എംപ്ലോയി പോയി കഴിഞ്ഞാലും അത് മറ്റൊരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ നിങ്ങൾ ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടത്, ഈ എംപ്ലോയീസ് മാറി മാറി വരുന്നതുണ്ട്. ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ ഒരു 3-4 എംപ്ലോയീസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഒരു എംപ്ലോയി പോയി അടുത്ത എംപ്ലോയി വന്ന് പഠിച്ച് അത് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കിന് വേറൊരു എംപ്ലോയി വരിക. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്ലക്ച്വേഷൻ വരും. ഒരു ഓഫ്ലൈൻ പോലെയല്ല ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് ഡേ ബൈ ഡേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഡേ ബൈ ഡേ നമ്മളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരു ഡേയിൽ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മളത് മോണിറ്ററിങ് ആയിരിക്കണം. കാരണം നമുക്ക് ആ ട്രെൻഡ് അതായത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പ്ലേ ചെയ്യുന്ന റേറ്റ്സ് ഡെയിലി റേറ്റ്സ് പ്ലേ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ അരമണിക്കൂർ ഇട്ടിട്ട് രാവിലെ ഇടുന്ന റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് തോന്നുക ഓക്കെ ഇന്ന് നമുക്ക് രാവിലെ പിക്കപ്പ് ഇല്ല, അപ്പോൾ നമുക്ക് റേറ്റ് ഒന്നുകൂടി ഒന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉച്ചയ്ക്ക് നമ്മൾ റേറ്റ് അപ്പം തന്നെ മാറ്റാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്കാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഈ 3-4 എംപ്ലോയീസ് 3 മാസത്തിനിടയ്ക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് തന്നെയാണോ അതിൻ്റെ ദോഷം വരിക. ഓൺലൈൻ എപ്പോഴും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വിസിബിലിറ്റി താഴ്പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെക്ക് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഹോട്ടൽ ഓപ്പറേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ OTA മാനേജ്മെൻറ്റിനെ കുറിച്ച് നല്ല അടിസ്ഥാനമുള്ള നല്ല കമ്പനീസ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ അറിവിലുള്ളത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് DM ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എനിക്കിതെന്താ എന്തുകൊണ്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാനൊരു ഹോട്ടൽ പ്രൊഫഷണലാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് വന്നതുകൊണ്ടും ഞാൻ കുറേ കമ്പനീസ് കണ്ടിട്ടുണ്ടായതുകൊണ്ടും ഞാൻ ഈ ഒരു കാര്യം അറിയിക്കണം തോന്നി. ആരും ഇത് പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഹോട്ടൽസ് എല്ലാം അടിപൊളിയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും നല്ല രീതിയിൽ എല്ലാവരുടെ ബിസിനസ്സും അടിപൊളിയായിട്ട് പോയാലേ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കിത് പറയണം തോന്നി. പിന്നെ
എല്ലാം ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. വേറെ അധിക കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെക്കാളും നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒപ്പീനിയൻ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.